ശരിക്കും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്ന് വെച്ചാൽ, സ്റ്റാർട്ടിങ്ങിൽ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് അവരെക്കുറിച്ച് അറിയാനും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാനും കൂടുതലായിട്ട് സംസാരിക്കാനും വേണ്ടി എത്ര റിസ്ക് എടുത്തിട്ടും പരസ്പരം സമയം സ്പെൻഡ് ചെയ്യും. അതായത് ഇപ്പോൾ ഏതൊരു തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും കോൾ ചെയ്യാനും ചാറ്റ് ചെയ്യാനും ആൾ ടൈം സ്പെൻഡ് ചെയ്യും. പക്ഷേ ഇതിങ്ങനെ പോകെ പോകെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്ത് കഴിഞ്ഞു, ഇനിയൊന്നും പറയാനില്ല, അന്നത്തെ കാര്യങ്ങളല്ലാതെ വേറൊന്നും കാര്യമായിട്ട് ഷെയർ ചെയ്യാനില്ല, ഇത് എൻ്റെതായി എന്നുള്ളൊരു തോന്നലും കൊണ്ടാണ് കൂടുതലും ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വന്നു തുടങ്ങുന്നത്. അതായത് ഒരു ദിവസം മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന ആൾ പിന്നെ അതൊരു 5 മിനിറ്റിലേക്കും 10 മിനിറ്റിലേക്കും ഒതുങ്ങുന്ന സമയത്ത് അതർ സൈഡിലുള്ള ആൾക്ക് നല്ല രീതിയിലുള്ളൊരു പ്രഷർ വരുന്നുണ്ട്. ഈ അതർ സൈഡിൽ നിൽക്കുന്ന ആളുടെ ഫീലിംഗ് ശരിക്കും മറ്റേ ആൾക്ക് മനസ്സിലാകുന്നില്ല. ആളുടെ തിരക്കും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിലിടയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് ജസ്റ്റ് ഇവരുടെ ഒരു ചേസിങ് കൊണ്ട് തിരിച്ച് വിളിക്കുന്നു, ചൂടാവുന്നു, നിനക്കെന്താ കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ശരിക്കും ഇവിടെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ഫീല് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആളുടെ അടുത്ത് കറക്റ്റ് ഓപ്പണായിട്ട് സംസാരിക്കുക. ഈ സമയങ്ങളിൽ ഞാൻ ബിസി ആയിരിക്കും, എനിക്കിപ്പോൾ വിളിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ്, നീ മനസ്സിലാക്കണം. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ദിവസം നല്ലൊരു ക്വാളിറ്റി ടൈം ആ ആൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുക. അതിപ്പോൾ മണിക്കൂറുകളോളം വേണമെന്നില്ല, 5-10 മിനിറ്റ് മതി ആ ആളെ ഹാപ്പി ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എത്ര തിരക്കുള്ളവരാണെങ്കിലും അതർ സൈഡിൽ നിൽക്കുന്ന ആളെ പരിപൂർണമായിട്ടുള്ള ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് സമയമെങ്കിലും മാറ്റി വെച്ചിട്ട് അവർ വിളിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും, ഓപ്പണായിട്ട് സംസാരിക്കും. കൂടുതൽ വീഡിയോസിനായി പേജ് ഫോളോ ചെയ്യാം.